ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് കാർത്തികയാണ്, തൃക്കാർത്തികയാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് കാണാം. അതിന് മുന്നേ കാർത്തികയ്ക്ക് വിളക്കൊക്കെ വെക്കുന്നതിന് മുമ്പേ ഉള്ള കുറേ പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അമ്മ ഇവിടെ അതാ പൂ കെട്ടുകയാണ്. ഇതൊക്കെ സാധനങ്ങളാണ് കേട്ടോ, ഇത് തട്ടം വയ്ക്കാനുള്ള സാധനങ്ങളാണ്. കരിക്ക്, ഇത് ആന, അതാ കാച്ചിൽ ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വേഗം പോയി ഷടപടേന്ന് പറഞ്ഞ് വേഗം പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്ക് വേഗം കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ഞാൻ കുളിച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുക്കാം. ഓക്കെ, നമ്മളിവിടെ ആദ്യം ഇത് സെറ്റ് ചെയ്യാണ്, ടേബിൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഓരോന്നായിട്ട് വയ്ക്കാം. വാഴയില, അപ്പോൾ ഈ ദിവസം അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് അമ്മ കോവിലിൽ പോയി കേട്ടോ. കാരണം അമ്മയ്ക്ക് ഐശ്വര്യ പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റാക്കി വെച്ചേക്കണം. അമ്മ 6:30 ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6:30 വരെയാണ് ഐശ്വര്യ പൂജ ഉള്ളത് കേട്ടോ. അപ്പം ഞാനും അച്ഛനും കൂടെ എല്ലാം റെഡിയാക്കുവാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും കൂടെ പൊരിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ക്യാമറ ഫോൺ വെച്ചത് എനിക്ക് ബാക്കിയുള്ളത് അകത്തുള്ള സംഭവങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എനിക്ക് എവിടെ വയ്ക്കണം എന്നറിയത്തില്ലായിരുന്നു കേട്ടോ സംഭവം. ഞാൻ വിചാരിച്ച് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ്. അതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ കണ്ടത് കേട്ടോ. ബാക്കിയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ. ഓക്കെ, അപ്പോൾ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഈ ക്യാമറ വയ്ക്കുന്നത് അതൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഓക്കെ, ആരും എടുത്തു തരാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛതാ പൊരിയും മറ്റു കാര്യങ്ങളൊക്കെ ഇടുകയാണ്. പഴം, കരിക്ക്, പിന്നെ കാച്ചിലവിടെ വേവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇലയട ഉണ്ടായിരുന്നു കേട്ടോ. ഇലയട, കരിക്ക്, ഈ വക കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊക്കെ ഉള്ളത് പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ എണ്ണ, ആ കൽവിളക്കുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഞാൻ എണ്ണ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം എല്ലായിടത്തും എണ്ണ ഒഴിച്ചിട്ട് പിന്നീട് തിരിയിടും. അങ്ങനെയാട്ടോ ഞാൻ ചെയ്തത്. പിന്നെ കുറേ ഇടത്തൊക്കെ മെഴുതിരിയും വയ്ക്കും കേട്ടോ. എല്ലാത്തിലും ഞാൻ ഒന്ന് തിരിയിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. ഈ കൽവിളക്കൊക്കെ ഇത് പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങളിവിടെ ഇലയടയുണ്ട്, 2 ആനക്കുട്ടന്മാർ, പിന്നെ പൊരി, അവില്, പഴം, കരിക്ക്, കാച്ചിലാവുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മൾ ഗേറ്റിലൊക്കെ മെഴുതിരിയാണ് വയ്ക്കുന്നത്. നമ്മുടെ കൃഷ്ണനെ കാണിക്കാതെ എന്ത് വീഡിയോ ആണല്ലേ. ഹലോ ഗൈസ്, അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മണി 6 ആയതേ ഉള്ളൂ. ഒരു 6:30 ആകുമ്പോൾ നമുക്കിവിടെ കത്തിക്കണം. അതിന് മുന്നേ ഇലയടയുണ്ട്, അതുപോലെ കരിക്കുണ്ട്. ഇനിയിപ്പം കാച്ചിൽ അവിടെ വേവുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ വയ്ക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫുൾ ഇത് കാണിച്ചു തരാം കേട്ടോ കത്തിക്കുമ്പോഴത്തേക്കുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി കാർത്തിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വച്ചേക്കുന്നത്. കാർത്തികയ്ക്ക് എല്ലാ പ്രാവശ്യവും ഈ ഗേറ്റിലും പിന്നെ ഈ മതിലിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഈ മെഴുകുതിരിയാണ് കൂടുതൽ വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടമൊക്കെ വെച്ചേക്കുന്ന സ്ഥലം. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. കാച്ചിലുണ്ട്, ഇലയുടെയുണ്ട്, ആനയുടെ ദീപമാണ് കേട്ടോ. ആനക്കുട്ടന്മാരുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ കളിമണ്ണിൽ ഉണ്ടാക്കുന്ന ആന ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വർഷങ്ങളോളായില്ലേ, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് വച്ചേക്കുന്നത്. ഓവറോൾ ഒരു ലുക്കാട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കുറേ കൂടെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ക്യാമറയിൽ എനിക്ക് തോന്നുന്നു ഇരുട്ടൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരു ബ്ലേഡ് എഫക്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇലയപ്പം കഴിക്കാം. വിളക്ക് കാണച്ച കേട്ടോ. ഇനിയിപ്പോൾ ഇലയപ്പം കഴിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുഞ്ഞു വീഡിയോ ആണ്. ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് എങ്ങനെയായിരുന്നു എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇന്ന് കാർത്തികയും കൂടിയാണ്, അപ്പോൾ അതെല്ലാം ഇതിലുണ്ട്. അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ